ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ സ്വകാര്യ ഹജ്ജ് സംഘം മക്കയിലെത്തി. ജിദ്ദ വിമാനത്താവളം വഴിയാണ് സംഘം എത്തിയത്. കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട ആദ്യ സംഘത്തിൽ 101 മലയാളികളുണ്ട്. കണ്ണൂരിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ സ്വകാര്യ ഹജ്ജ് സംഘം ജിദ്ദയിലെത്തിയത്. കേരളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ആദ്യ ഹജ്ജ് സംഘം എന്ന പ്രത്യേകതയും ഈ സംഘത്തിനുണ്ട്. അൽഹിന്ദ് ഹജ്ജ് ഗ്രൂപ്പ് വഴിയെത്തിയ സംഘത്തിൽ 101 തീർത്ഥാടകരാണ് ഉണ്ടായിരുന്നത്. വൈകുന്നേരം 3:30 ജിദ്ദ വിമാനത്താവളത്തിലെത്തിയ സംഘം പെട്ടെന്ന് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പുറത്തിറങ്ങി. ഹജ്ജ് സർവീസ് ഏജൻസി ഒരുക്കിയ ബസ്സുകളിൽ മക്കയിലേക്ക് പുറപ്പെട്ടു. അൽഹംദുലില്ലാ വളരെ സുഖമായി സന്തോഷമായി റാഹത്തായിട്ട് കേരളത്തിലെ ആദ്യത്തെ ബാച്ച് പ്രൈവറ്റ് ഗ്രൂപ്പിന്റെ ബാച്ച് ഞങ്ങളിവിടെ ജിദ്ദയിൽ വന്നിറങ്ങി. വളരെ സുഖകരമായിരുന്നു. വളരെ സ്പീഡായിട്ട് കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഗവൺമെന്റ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. വളരെ വേഗം എമിഗ്രേഷനും ചെക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട്. വളരെ വേഗം ബസ് സംവിധാനം ചെയ്ത് പെട്ടെന്ന് ഇൻഷാല്ലാ മക്കയിലേക്ക് പുറപ്പെടുകയാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ സന്തോഷത്തിലും റാഹത്തിലാണ്. പ്രത്യേകിച്ച് സൗദി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വളരെ സഹായങ്ങളാണ് ഹാജിമാർക്ക് ചെയ്ത് തരുന്നത്. വളരെ വേഗം ആളുകളെ ക്ലിയർ ചെയ്ത് മക്കയിൽ അയക്കാനുള്ള എല്ലാ സംവിധാനവും ഗവൺമെന്റ് ഒരുക്കിയിട്ടുണ്ട്. അൽഹംദുലില്ലാ ഞങ്ങൾ ഇൻഷാല്ലാ മക്കയിലേക്ക് പുറപ്പെടാണ്. മക്കയിലെത്തി ഹോട്ടലിലെത്തി ഇന്ന് ഇൻഷാല്ലാ ഉംറ അതിന്റെ കർമ്മങ്ങളെ പൂർത്തിയാക്കും. ഏറ്റവും വേഗത്തിൽ തന്നെ എത്താൻ സാധിച്ചതിൽ അള്ളാഹുവിനോട് സർവശക്തനോട് ഏറ്റവും അധികം നന്ദി പറയുന്നു. അതിന് അവസരം ലഭിച്ചതിനും ഈ അൽഹിന്ദ് എന്ന ഗ്രൂപ്പിനോടും വളരെയധികം 1.25 ലക്ഷത്തോളം തീർത്ഥാടകരാണ് ഇത്തവണ ഇന്ത്യയിൽ നിന്നും ഹജ്ജ് നിർവഹിക്കുന്നത്. ഇതിൽ 1,40,000 തീർത്ഥാടകർ ഹജ്ജ് കമ്മിറ്റി വഴിയും ബാക്കിയുള്ളവർ സ്വകാര്യ ഗ്രൂപ്പുകൾ വഴിയുമാണ് ഹജ്ജ് നിർവഹിക്കുന്നത്. ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള തീർത്ഥാടകർ ഇപ്പോൾ മദീനയിലാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. മദീനയിൽ ഹറം പള്ളിക്ക് സമീപത്ത് മർക്കസിയ ഏരിയയിലാണ് ഇവരുടെ താമസം. ഇന്ന് അൽഹിന്ദ് വഴിയെത്തിയവർ മക്കയിൽ ഹറം പള്ളിക്ക് സമീപത്തുള്ള ക്ലോക്ക് ടവർ, ആസ്ക സഫ എന്നീ ഹോട്ടലുകളിലാണ് താമസിക്കുക. 5,59,800 രൂപ വീതമാണ് തീർത്ഥാടകരിൽ നിന്നും ഈടാക്കുന്നത്. സ്വകാര്യ ഗ്രൂപ്പുകളിൽ ഹജ്ജ് നിർവഹിക്കുന്ന തീർത്ഥാടകരിൽ ഭൂരിഭാഗവും ജിദ്ദ വഴി മക്കയിലേക്കാണ് വരുന്നത്. ഹജ്ജിന് തൊട്ടു മുമ്പായി ഇവർ മദീന സന്ദർശനം പൂർത്തിയാക്കും. ഹജ്ജ് കർമ്മങ്ങൾ അവസാനിച്ച് ജിദ്ദയിൽ നിന്നായിരിക്കും ഈ തീർത്ഥാടകരുടെ മടക്കയാത്ര. ജിദ്ദ വിമാനത്താവളത്തിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24.